ജെറമിയ പ്രവചന ഗ്രന്ഥത്തിലെ വചനം ഉദ്ധരിച്ച് ബന്ദികളുടെ മടങ്ങിവരവിനെ പ്രതി ദൈവത്തെ മഹത്വപ്പെടുത്തി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. നിന്റെ ഭാവി പ്രത്യാശാഭരിതമാണ്, നിന്റെ മക്കൾ സ്വദേശത്തേക്ക് തിരിച്ചുവരും, കർത്താവ് അരുളിച്ചെയ്യുന്നു എന്ന വചനം ഏറ്റുപറഞ്ഞ നെതന്യാഹു ഇസ്രായേൽ പൗരന്മാരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്: ഒക്ടോബർ 7 ഹോളോകോസ്റ്റിനു ശേഷമുള്ള ഏറ്റവും മോശമായ കൂട്ടക്കൊലയാണ് നമ്മുടെ ശത്രുക്കൾ ജൂതജനതയ്ക്കെതിരെ നടത്തിയത്. എന്നാൽ ഈ ഭയാനകമായ ദുരന്തത്തിനിടയിൽ ഇസ്രായേൽ ജനതയുടെ കരുത്തും ഇസ്രായേൽ പോരാളികളുടെ പരമോന്നത വീരത്വവും പ്രകടമായി. ബന്ദികളാക്കിയവരെ തിരിച്ചെത്തിക്കുക, ഹമാസിന്റെ ഭരണശേഷി ഇല്ലാതാക്കുക, ഗാസ ഇനിയൊരിക്കലും നമ്മുടെ രാജ്യത്തിന് ഭീഷണിയാകില്ലെന്ന് ഉറപ്പാക്കുക എന്നിങ്ങനെ യുദ്ധത്തിന്റെ എല്ലാ ലക്ഷ്യങ്ങളും നേടിയെടുക്കാനുള്ള ദൃഢനിശ്ചയത്തോടെ നമ്മെ നയിച്ചത് ഈ ശക്തിയാണ്. ഇസ്രായേൽ ജനത ഒരുമിച്ചു നിൽക്കുമ്പോൾ നമ്മെ തകർക്കുവാൻ ഒരു ശക്തിയുമില്ലെന്ന് നമ്മുടെ ശത്രുക്കളോടും ലോകം മുഴുവനോടും നമ്മൾ വ്യക്തമാക്കിയിരുന്നു. വിസ്മയനീയമായ ഒരു ജനതയുടെ പ്രധാനമന്ത്രിയായതിൽ ഞാൻ അഭിമാനിക്കുന്നു. ബന്ദികളെ തിരിച്ചെത്തിക്കുന്നതിനുള്ള പദ്ധതിക്ക് സുരക്ഷാ ക്യാബിനറ്റും സർക്കാരും അംഗീകാരം നൽകിയിട്ടുണ്ട്. ബന്ദികളെ മോചിപ്പിക്കുവാനുള്ള പവിത്രമായ ദൗത്യത്തിന് എന്റെ ജീവിതത്തിലുടനീളം, എന്റെ IDF സേനാ കാലയളവിലും പ്രധാനമന്ത്രിയായിരുന്ന വർഷങ്ങളിലുടനീളവും ഞാൻ പരിഗണന നൽകിയിരുന്നു. ഇസ്രായേൽ പൗരന്മാരെ ഞാൻ വാഗ്ദാനം ചെയ്യുന്നു, യുദ്ധത്തിന്റെ എല്ലാ ലക്ഷ്യങ്ങളിലും ഞങ്ങൾ ഉറച്ചുനിൽക്കും. എല്ലാവരെയും ഞങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുവരും. ഇതുവരെ 157 ബന്ദികളെ മടക്കിയെത്തിച്ചിട്ടുണ്ട്. അവരിൽ 117 പേർ ജീവിച്ചിരിപ്പുണ്ട്. ഇപ്പോൾ അംഗീകരിച്ചിട്ടുള്ള കരാർ പ്രകാരം 33 സഹോദരീ സഹോദരർ, അവരിൽ ഭൂരിഭാഗവും ജീവനോടെ തന്നെ നാട്ടിലേക്ക് മടങ്ങും. സ്വദേശത്തും വിദേശത്തുമുള്ള കനത്ത സമ്മർദ്ദത്തിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേലിന്റെ അവകാശങ്ങളിൽ നാം പ്രകടിപ്പിച്ച ദൃഢചിത്തതയുടെയും ഉടൻ അവസാനിക്കുന്ന പ്രസിഡന്റ് ബൈഡന്റെ ഭരണകൂടവും പ്രസിഡന്റ് ട്രംപിന്റെ വരാനിരിക്കുന്ന ഭരണകൂടവും തമ്മിലുള്ള സഹകരണത്തിന്റെയും ഫലം കൂടിയാണ് ഈ കരാർ. തെരഞ്ഞെടുക്കപ്പെട്ട നിമിഷം മുതൽ പ്രസിഡന്റ് ട്രംപ് നമ്മുടെ ബന്ദികളെ മോചിപ്പിക്കാനുള്ള ദൗത്യത്തിൽ ഏർപ്പെട്ടിരുന്നു. ബുധനാഴ്ച വൈകുന്നേരം അദ്ദേഹം എന്നോട് സംസാരിച്ചു. കരാറിനെ സ്വാഗതം ചെയ്ത അദ്ദേഹം കരാറിന്റെ ആദ്യഘട്ടം താൽക്കാലിക വെടിനിർത്തലാണെന്ന് കൃത്യമായി ഊന്നിപ്പറഞ്ഞു. താൽക്കാലിക വെടിനിർത്തൽ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കരാറിന്റെ അടുത്ത ഘട്ടങ്ങൾക്ക് മുമ്പായി ഞങ്ങളുടെ എല്ലാ ബന്ദികളെയും തിരികെ നൽകുന്നതിനും യുദ്ധത്തിന്റെ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിനുമായി ഞങ്ങൾ കൃത്യമായ വ്യവസ്ഥകൾ നിലനിർത്തുന്നു. രണ്ടാംഘട്ട ചർച്ചകൾ ഫലപ്രദമല്ലെന്ന നിഗമനത്തിൽ ഇസ്രായേൽ എത്തിയാൽ യുദ്ധത്തിലേക്ക് മടങ്ങാനുള്ള ഇസ്രായേലിന്റെ അവകാശത്തിന് പ്രസിഡന്റ് ട്രംപും പ്രസിഡന്റ് ബൈഡനും പൂർണ്ണ പിന്തുണ നൽകിയിട്ടുണ്ട്. ഞാനിത് വളരെ അഭിനന്ദിക്കുന്നു. ഇസ്രായേൽ രാഷ്ട്രത്തിന് സുപ്രധാന ആയുധങ്ങളും യുദ്ധോപകരണങ്ങളും നൽകുന്നതിനുള്ള യന്ത്രങ്ങൾ നീക്കാനുള്ള പ്രസിഡന്റ് ട്രംപിന്റെ തീരുമാനത്തെ ഞാൻ വളരെയധികം അഭിനന്ദിക്കുന്നു. ചർച്ചകൾക്കിടയിൽ ഞാൻ നിരവധി അടിസ്ഥാന നിബന്ധനകൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. ആദ്യത്തേത്, വേണ്ടിവന്നാൽ തിരിച്ചുവരാനും പോരാടാനുമുള്ള അവകാശം. ബന്ദികളെ മോചിപ്പിക്കുന്നതിനുള്ള ഒരു ധാരണയിൽ പ്രവേശിക്കുന്നതിനുള്ള ഒരു വ്യവസ്ഥയായി യുദ്ധം അവസാനിക്കുമെന്ന് വാഗ്ദാനം ചെയ്യണമെന്ന് നിരവധി മാസങ്ങളായി ഹമാസ് ആവശ്യപ്പെട്ടിരുന്നു. കൂടാതെ പലവിധ അധിക നിർദ്ദേശിച്ച നിബന്ധനകളും സജ്ജമാക്കി. ഈ വ്യവസ്ഥകളെ ഞാൻ ശക്തമായി എതിർത്തു. ഒടുവിൽ എന്റെ നിലപാട് അംഗീകരിക്കപ്പെട്ടു. US-ന്റെ പിന്തുണയോടെ ആവശ്യമെങ്കിൽ യുദ്ധത്തിലേക്ക് മടങ്ങാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട്. വെടിനിർത്തൽ ചർച്ചകളെ തടസ്സപ്പെടുത്തിയത് ഹമാസാണെന്ന് എല്ലാ മുതിർന്ന അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ ഉദ്യോഗസ്ഥരും ഏകകണ്ഠമായി സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. രണ്ടാമത്തെ നിബന്ധന, ആദ്യഘട്ടത്തിൽ തിരിച്ചെത്തുന്ന ജീവനുള്ള ബന്ദികളുടെ എണ്ണം ഗണ്യമായി വർദ്ധിപ്പിക്കുക എന്നതാണ്. ഈ നിർബന്ധം ഫലം കണ്ടുവെന്ന് നിങ്ങളോട് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. മെയ് മാസത്തിലെ ഹമാസിന്റെ നിലപാടിന് വിരുദ്ധമായി ആദ്യഘട്ടത്തിൽ മോചിപ്പിക്കപ്പെടേണ്ട ജീവനുള്ള ബന്ദികളുടെ എണ്ണം ഏകദേശം ഇരട്ടിയാക്കി. മൂന്നാമത്തെ നിബന്ധന, ഫിലാഡൽഫി ഇടനാഴിയും സുരക്ഷാ ബഫർ സോണും നിലനിർത്തുക. ഫിലാഡൽഫി ഇടനാഴി നിലനിർത്തുക എന്ന് പറയുമ്പോൾ ഇസ്രായേൽ തങ്ങളുടെ ശക്തി അവിടെ കുറയ്ക്കില്ല എന്ന് മാത്രമല്ല, അത് ചെറുതായി വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ നിലവിൽ പ്രചരിക്കുന്ന റിപ്പോർട്ടുകൾ ഈ യാഥാർത്ഥ്യത്തിന് വിരുദ്ധമാണ്. ഫിലാഡൽഫി ഇടനാഴിയിലും ഗാസ മുനമ്പിലെ മുഴുവൻ സുരക്ഷാ ബഫറിലും ഇസ്രായേൽ പൂർണ്ണ നിയന്ത്രണം നിലനിർത്തുമെന്ന് ഞങ്ങൾ കരാറിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. യുദ്ധസാമഗ്രികൾ അകത്തേക്ക് കടത്താനോ ഇസ്രായേൽ ബന്ദികളെ പുറത്തേക്ക് കടത്താനോ ഞങ്ങൾ അനുവദിക്കില്ല. ഇപ്പോൾ എന്താണ് ഹമാസ് അവരുടെ നിലപാട് മാറ്റാൻ കാരണമായത്? ഒന്നാമതായി, നമ്മുടെ വീരപോരാളികൾ ഹമാസിനും നമ്മുടെ ശത്രുക്കൾക്കും ഏൽപ്പിച്ച പ്രഹരങ്ങൾ. രണ്ടാമതായി, അവർ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ശക്തിയോടെ 7 മുന്നണികളിൽ നമ്മൾ പോരാടിയ സപ്തമുഖ യുദ്ധം. സിൻവാർ, ഡീഫ്, ഹനിയെ എന്നിവരെ നമ്മൾ ഇല്ലാതാക്കി. നസ്രല്ലയെയും മുഴുവൻ ഹിസ്ബുള്ള നേതൃത്വത്തെയും ഇല്ലാതാക്കി. സിറിയൻ സൈന്യത്തിന്റെ മിക്ക ആയുധങ്ങളും നശിപ്പിച്ചു. യമനിലെ ഹൂതികളെ തകർത്തു. ഇറാനെതിരെ പ്രവർത്തിച്ചു. അതായത് ഇറാനിയൻ അച്ചുതണ്ടിനെ മുഴുവൻ വളരെ ശക്തമായി പ്രഹരിച്ചു. ഞാൻ നിങ്ങളോട് വാഗ്ദാനം ചെയ്തതുപോലെ നമ്മൾ മിഡിൽ ഈസ്റ്റിന്റെ മുഖച്ഛായ മാറ്റി. ഇതിന്റെയെല്ലാം ഫലമായി ഹമാസ് അടിച്ചമർത്തപ്പെടുകയും
ഒറ്റപ്പെടുകയും ചെയ്തു. ഇത് കാര്യങ്ങൾ മാറിമറിയുന്നതിനും നമ്മുടെ ബന്ദികളെ മോചിപ്പിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിച്ചു. ഹമാസ് മുമ്പ് അംഗീകരിക്കാതിരുന്നത് അതുകൊണ്ടിപ്പോൾ സമ്മതിച്ചു. നമ്മുടെ സമഗ്രമായ ദേശീയ സുരക്ഷാ പരിഗണനകൾ കണക്കിലെടുത്തുള്ള തീരുമാനങ്ങൾ എല്ലാം ഇവിടെ വിശദമായി വിവരിക്കാനാകാത്തതിൽ ഞാൻ ഖേദിക്കുന്നു. ദീർഘവും വെല്ലുവിളി നിറഞ്ഞതുമായ ഒരു യാത്ര ഇപ്പോഴും മുന്നിലുണ്ട്. ഇത് പിരിച്ചുവിടാനും ചിതറിക്കാനുമുള്ള സമയമല്ല, ഒന്നിക്കാനും ഒത്തുചേരാനുമുള്ള സമയമാണിത്. ഇതാണ് ഇസ്രായേലിന്റെ പൈതൃകം നമ്മോട് കൽപ്പിക്കുന്നത്. നമ്മൾ വിജയിക്കുന്നത് നമ്മുടെ ഉള്ളിലെ ആത്മാവ് ജയിക്കുന്നതുകൊണ്ടാണ്. ഇതൊരു പുരാതന ജനതയുടെ ആത്മാവാണ്. നമ്മെ നശിപ്പിക്കാൻ തുനിഞ്ഞിറങ്ങിയവർക്ക് മുന്നിൽ കീഴടങ്ങാൻ വിസമ്മതിച്ച ഒരു ജനത. ഒരുമിച്ച് ദൈവസഹായത്തോടെ നമ്മൾ നമ്മുടെ ശത്രുക്കളെ പരാജയപ്പെടുത്തും. നമ്മുടെ ഭാവി ഉറപ്പാക്കുമെന്ന് നെതന്യാഹു കൂട്ടിച്ചേർത്തു.